ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ലോകം പരീക്ഷിച്ച ഏറ്റവും മികച്ച രാഷ്ട്രീയ സാമൂഹ്യ സംവിധാനം ജനാധിപത്യമാണെന്ന് പറയാറുണ്ട്. അതേറെക്കുറെ ശരിയാണ് താനും. ബുർഷ്വാ ജനാധിപത്യം, സോഷ്യലിസ്റ്റ് ജനാധിപത്യം, ലിബറൽ ജനാധിപത്യം, ഇല്ലിബറൽ ജനാധിപത്യം എന്നിങ്ങനെ ജനാധിപത്യത്തിൻ്റെ പല രൂപങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. അപ്പോഴും ആഗോളതലത്തിൽ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി വളരെ രൂക്ഷമാണെന്നും ഒരു കാലത്ത് നമ്മൾ ചരിത്രം കുഴിച്ചുമൂടി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഫാസിസം പല രൂപത്തിലും തിരിച്ചു വരികയാണെന്നും പറയുന്നു എഴുത്തുകാരനും പ്രഭാഷകനുമായ ടി ശ്രീകുമാർ. ഏവർക്കും സ്വാഗതം. ജനാധിപത്യത്തിൻ്റെ ഭാവി എന്നത് ആഗോള തലത്തിൽ പ്രസക്തമായിട്ടുള്ള വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. അതിന് കാരണം ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിൽ വളരെ പുതുതായി രംഗപ്രവേശം ചെയ്ത ഒരു ഭരണവ്യവസ്ഥ എന്നുള്ള രീതിയിൽ അതിൻ്റെ ശൈശവാവസ്ഥ ഇനിയും പിന്നിട്ടിട്ടില്ല എന്ന വസ്തുത ചരിത്രപരമായി നമ്മുടെ മുൻപിലുണ്ട്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ 2-3 അർത്ഥത്തിൽ ജനാധിപത്യം ആധുനിക സമൂഹത്തിൽ മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, സ്വാഭാവികമായും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലിബറൽ വേർഷനാണ് ഒരു ബൂർഷ്വാ ജനാധിപത്യം എന്ന് പറയുന്ന, പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വേർഷനാണ് സാർവലൗകികമായി അംഗീകരിക്കപ്പെട്ടത് എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നത്. അതിന് ബദലായുള്ള ജനാധിപത്യ സങ്കല്പം എന്നുള്ള രീതിയിൽ മാർക്സിസം മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ പരിധി വരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ആദ്യം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇന്ന് ആധുനിക സമകാലിക ലോകത്തെ ജനാധിപത്യം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ. ബൂർഷ്വാ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും വിപണിയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ ബോധത്തിൽ നിന്ന് ഉണ്ടായതാണ്, സ്വാതന്ത്ര്യ ബോധത്തിൽ നിന്ന് ഉണ്ടായതാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യന് സ്വാതന്ത്ര്യം എന്ന പദം അതുവരെയുള്ള മൊണാർക്കിയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സോവറിൻ ഭരണകൂടങ്ങളുടെ ചരിത്രത്തിൽ, ഫ്യൂഡൽ ഭരണകൂടങ്ങളുടെ ചരിത്രത്തിൽ, അതിനു മുമ്പുള്ള ഭരണകൂടങ്ങളുടെ ചരിത്രത്തിൽ സാധ്യമല്ലാത്ത വിധത്തിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന പ്രശ്നം ആദ്യമായി ഉന്നയിക്കുന്നത് ബൂർഷ്വാസിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ജനാധിപത്യവുമായി ബൂർഷ്വാസിക്ക് ഒരു ജൈവബന്ധമുണ്ട്. പക്ഷേ അത് വിപണിയിലെ സ്വാതന്ത്ര്യമായാണ് അവരത് കണക്കാക്കിയിരുന്നത്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഭരണകൂടം എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ബൂർഷ്വാ ഭരണകൂടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ജനാധിപത്യം എന്ന് പറയുന്നൊരു വിശാലമായ അർത്ഥത്തിൽ ജനാധിപത്യം നൽകാമെന്നുള്ളൊരു വാഗ്ദാനം ഒരിക്കലും ബൂർഷ്വാസിയോ മൂലധനമോ ലോകത്തിന് നൽകിയിട്ടില്ല. പക്ഷേ അതൊരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിന് ബദലായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനം എന്ന രീതിയിലാണ് സോഷ്യലിസം ആദ്യകാലത്ത്, ഇന്നിപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നാമെങ്കിൽ പോലും സോഷ്യലിസം ആ അർത്ഥത്തിലാണ് വിഭാവനം ചെയ്യപ്പെട്ടത്. ഉദാഹരണത്തിന് ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഒരു ബൂർഷ്വാ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് സ്വകാര്യ സ്വത്തിലുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷർട്ടോ പേനയോ എന്നുള്ള കാറോ എന്നുള്ള അർത്ഥത്തിലല്ല, ഉൽപ്പാദന ശക്തികളുടെ സ്വകാര്യ ഉടമസ്ഥത എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരാൾ ജോലി ചെയ്ത് കൂടുതൽ പണമുണ്ടാക്കി ഒരു വീട് വെക്കുന്നത് കൊണ്ട് ഒരു ബൂർഷ്വാസി ആകുന്നു എന്നുള്ള സങ്കല്പത്തിലല്ല. അത് ജോലി ചെയ്യുന്ന ആൾ തന്നെയാണ്. കൂടുതൽ വേതനം കിട്ടുന്നവർക്ക് കൂടുതൽ വലിയ ഉപഭോക്താക്കളാക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് അവർ ബൂർഷ്വാസി ആവുന്നില്ലല്ലോ. പകരം ഇത് ഉൽപ്പാദന ഉപകരണങ്ങളുടെ മേലുള്ള ഉടമസ്ഥതയാണ്. ഈ ഉൽപ്പാദന ഉപകരണങ്ങളുടെ മേലുള്ള ഉടമസ്ഥത എല്ലാവർക്കും നഷ്ടപ്പെടുന്നതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ആർക്കും അതിൽ ഉൽപ്പാദന ഉടമസ്ഥത ഇല്ലാതാവുന്നു. അങ്ങനെ വരുമ്പോൾ എല്ലാവരും തുല്യരാകുന്നു. അങ്ങനെ വരുമ്പോൾ വർഗ താല്പര്യങ്ങളില്ലാതെയാകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സൈദ്ധാന്തികമായ അർത്ഥത്തിൽ സോഷ്യലിസത്തെ മുതലാളിത്തത്തിനുള്ള ബദൽ എന്നുള്ള രീതിയിൽ സങ്കല്പിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. അതായത് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ബൂർഷ്വാ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ സ്വകാര്യ ഉടമസ്ഥത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സിമ്മട്രിയാണ് ഇതിന് പ്രധാനമായിട്ടും ഉള്ളത്. ഇത് രണ്ടും പല അർത്ഥത്തിൽ പ്രായോഗികമല്ലാത്തതാണ് എന്ന് നമ്മുടെ ചരിത്രാനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉടമസ്ഥത ഇല്ലാതാവുന്നതോടുകൂടി
വർഗതാല്പര്യങ്ങൾ ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ പുതിയ വർഗ്ഗങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചിന്ത 50കളിലാണ് സ്വാഭാവികമായിട്ടും ഉണ്ടായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചലനങ്ങളുടെ ഭാഗമായിട്ടാണ് സോവിയറ്റ് യൂണിയൻ തകരുന്നതും ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളൊക്കെ തന്നെ ബൂർഷ്വാ സമ്പദ് വ്യവസ്ഥകളായി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളായി പരിവർത്തനം ചെയ്യുന്ന ഒരു ആഗോള ചരിത്ര സംക്രമണം സംഭവിക്കുന്നതും എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിന് രണ്ടിനും ഇടയിൽ 20-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച മറ്റൊരു വളരെ നിശബ്ദമായി സംഭവിച്ച ഒരു കാര്യം 1920കളിലും 30കളിലും ഉയർന്നു വന്ന നാസിസവും ഫാസിസവും ക്രമേണ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അതിൻ്റെ ആദ്യ ശക്തി, ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശക്തി നശിക്കുകയും ആ പ്രസ്ഥാനങ്ങൾ തന്നെ ഇല്ലാതാവുകയും ചരിത്രത്തിൽ നിന്ന് ഏതാണ്ട് ഫാസിസം നിഷ്ക്രമിച്ചു എന്ന ഒരു തോന്നൽ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഡീക്ലോണിയലിസത്തിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും ക്ഷേമരാഷ്ട്ര സങ്കല്പം മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം വളർന്നു വന്ന 50കളിലും 50കളിലും ആണെങ്കിലും ഒക്കെ തോന്നിപ്പിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ചരിത്രാനുഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിത്തട്ടിൽ, ഈ മാറ്റങ്ങളുടെ എല്ലാം അടിത്തട്ടിൽ അങ്ങനെ പരിപൂർണമായും നശിക്കാൻ കൂട്ടാക്കാതെ, നിഷ്ക്രമിക്കാൻ കൂട്ടാക്കാതെ ഫാസിസം ഒരു വലിയ ആശയമായി കിടന്നിരുന്നു എന്നുള്ളതാണ്. കാരണം 1940കളിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ ഫാസിസ്റ്റ് സംഘടന പോലും ആ അർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ഇന്നുള്ള ഫാസിസ്റ്റ് സംഘടനകളെല്ലാം തന്നെ പിൽക്കാലത്ത് രൂപം കൊണ്ടതാണ്. അതിൻ്റെ 30കളിലെ സംഘടനകളുടെ തുടർച്ച എന്ന് പറയാവുന്ന ഒരു സംഘടന പോലും എൻ്റെ അറിവിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. എവിടെയെങ്കിലും അതിൻ്റെ പേരിൽ ആരെങ്കിലും ഒരു ചെറിയ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലാവട്ടെ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഫാസിസ്റ്റ് സംഘടനകൾ ഉണ്ടായിരുന്നത്. ആ ഫാസിസ്റ്റ് സംഘടനകളൊന്നും തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നില്ല. പക്ഷേ അതിനുശേഷം ഇതേ ആശയം തന്നെ മറ്റൊരു തരത്തിൽ ഫാസിസത്തെ ജനാധിപത്യ വിരുദ്ധം എന്ന് നമ്മൾ ഫാസിസത്തെ പറയുന്നത് അത് ബൂർഷ്വാ ജനാധിപത്യത്തിൻ്റെ രീതിയിലാണെങ്കിലും സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിൻ്റെ രീതിയിലാണെങ്കിലും വ്യക്തികളെ ഉൾക്കൊള്ളാൻ, എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വ്യക്തികളെയും വ്യക്തികളായി കാണാൻ വിപണി തയ്യാറാണ് എന്നുള്ളതാണ് ബൂർഷ്വാ ജനാധിപത്യത്തിൻ്റെ ഒരടിസ്ഥാനമാകുന്നത്. സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിലും എല്ലാ വ്യക്തികളും, ഞാനിത് ഒരു ടെക്സ്റ്റ് ബുക്ക് അർത്ഥത്തിലാണ് പറയുന്നത്, ഇപ്പോൾ അതിൻ്റെ പ്രായോഗിക അനുഭവങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനുണ്ട് ചരിത്രത്തിൽ നിന്ന്. അത്തരമൊരു ചർച്ചയിലേക്കല്ല ഞാനിവിടെ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചരിത്രാനുഭവം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. കാരണം രണ്ട് വ്യത്യസ്ത സാമൂഹിക സംഘാടന രീതികൾ മനുഷ്യ വംശം 20-ാം നൂറ്റാണ്ടിൽ പ്രയോഗിച്ച് പരിശോധിച്ചു. ഒന്ന് ഈ ബൂർഷ്വാ ലിബറൽ ജനാധിപത്യമായിരുന്നു, ഒന്ന് സോഷ്യലിസ്റ്റ് ജനാധിപത്യമായിരുന്നു. ഈ രണ്ട് പരീക്ഷണങ്ങളെയും ഒരർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അതിൻ്റെ ചരിത്രാനുഭവങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. അതേ സന്ദർഭത്തിലാണ് ഈ രണ്ട് ചരിത്രാനുഭവങ്ങളെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഫാസിസത്തിൻ്റെ ശക്തികൾ പുതിയ രൂപത്തിൽ 20-ാം നൂറ്റാണ്ടിൽ തന്നെ കടന്നു വന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് 80കളൊക്കെ ആകുമ്പോഴേക്ക് ഇത് വളരെ ശക്തമാകുന്നുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് 60കളിലും 70കളിലും ഉണ്ടായ ഒരു സവിശേഷത ലോകത്തെമ്പാടും ട്രേഡ് യൂണിയനുകൾ ശക്തമാകുന്നു എന്നുള്ളതായിരുന്നു. ട്രേഡ് യൂണിയനുകൾ ശക്തമാകുന്നു, നവസാമൂഹിക പ്രസ്ഥാനങ്ങൾ ശക്തമാകുന്നു, സമാധാന പ്രസ്ഥാനം ശക്തമാകുന്നു, മനുഷ്യാവകാശ പ്രസ്ഥാനം ശക്തമാകുന്നു. അങ്ങനെ പലതരത്തിലും സാമൂഹികമായി മാർജിനലൈസ് ചെയ്യപ്പെട്ടിരുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നവരുടെ ധാരാളം പ്രക്ഷോഭങ്ങൾ ഉണ്ടായ, അവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രകാശനങ്ങൾ ഉണ്ടായ ദശകങ്ങളായിരുന്നു 60കളും 50കളും 60കളും എന്ന് പറയുന്നത്. പക്ഷേ ഈ 50കളും 60കളിലും ലോക മുതലാളിത്തവും ഏതാണ്ട് ഈ ഒരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ സ്റ്റേറ്റ്, ഈ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നത്. ജനാധിപത്യത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേമരാഷ്ട്രം. കാരണം മുതലാളിത്തത്തിൻ്റെ ജനാധിപത്യത്തിനുള്ളിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഇല്ല. കാരണം വ്യക്തികളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അങ്ങനെ ഭരണകൂടത്തിന് ഇടപെടാനുള്ള ഒരു സ്ഥലം അവശേഷിപ്പിക്കാതെയാണ് മുതലാളിത്ത യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അത് ഉണ്ടാവാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ള, എല്ലാവരെയും ഒരുപോലെ കാണുന്ന, അതായത് സൈദ്ധാന്തികമായിട്ടാണെങ്കിൽ പോലും സാങ്കേതികമായിട്ടാണെങ്കിൽ പോലും, ഇപ്പോൾ സോഷ്യലിസ്റ്റിലാണെങ്കിൽ സൈദ്ധാന്തികമായി എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന് പറയാം, മുതലാളിത്തത്തിൽ സാങ്കേതികമായി എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന് പറയാം. ഈ രണ്ട് കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായ രീതിയിൽ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഫാസിസം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിന് സുപ്പീരിയോറിറ്റി ഉണ്ട്, മറ്റുള്ളവരുടെ മുകളിൽ സുപ്പീരിയോറിറ്റി ഉണ്ട് എന്ന്, അതേത് വിഭാഗം അങ്ങനെ ചിന്തിച്ചാലും അത് ഒരു തരം ഫാസിസത്തിലേക്ക് നയിക്കുന്നതാണ്. നമ്മുടെ ചരിത്രാനുഭവം യഥാർത്ഥത്തിൽ ജർമ്മനിയിലെയും ഇറ്റലിയിലെയും അനുഭവമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചിന്ത ഒരു ഫാസിസ്റ്റ്
ചിന്തയാണ്. ഇതില്ലാത്ത തരത്തിലുള്ള അധികാര പ്രയോഗങ്ങളെ നമുക്ക് എല്ലാ അർത്ഥത്തിലും ഫാസിസം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അതിനെ നമ്മൾ ഫാസിസം എന്ന് വിളിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മാനേജീരിയൽ വർഗം ആ അർത്ഥത്തിൽ ഉയർന്നു വരികയും അവർ അധികാരം കൈയടക്കുകയും അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവർ പലതരത്തിലുള്ള അക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. പക്ഷേ ആ അർത്ഥത്തിൽ ഒരു ക്ലാസിക്കൽ അർത്ഥത്തിലുള്ളൊരു ഫാസിസ്റ്റ് സംവിധാനമുള്ള, അതുകൊണ്ടാണ് ചിലർ അതിനെ സോഷ്യൽ ഫാസിസം എന്നൊക്കെ വിളിച്ചിരുന്നത്. അത് സമഗ്രാധിപത്യമാണ്. സമഗ്രാധിപത്യം യഥാർത്ഥത്തിൽ അതിനകത്ത് ഫാസിസ്റ്റ് പ്രവണതകൾ ഉണ്ടെങ്കിൽ പോലും നിയതമായ അർത്ഥത്തിൽ ഫാസിസം എന്നതിനെ പറയാൻ സാധിക്കില്ല. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ അതിനെ ഫാസിസം എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും സമഗ്രാധിപത്യം വ്യത്യസ്തമായൊരു രാഷ്ട്രീയ സംവിധാനമാണ്. അതിനെ വേറൊരു രീതിയിൽ അതിനെ പരിശോധിക്കേണ്ടതും വിമർശനാത്മകമായി കാണേണ്ടതുമുണ്ട്. അത് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അത് ആന്തരികമായും ബാഹ്യമായും പരിഹരിക്കാൻ പറ്റുന്നതാണ്. പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം മറ്റൊന്നാണ്. പക്ഷേ അത് പരിഹരിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഫാസിസം അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ല. ഫാസിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ആ ഒരു മെജോറിറ്റിയുടെ ഭൂരിപക്ഷത്തിൻ്റേതായിട്ടുള്ള സുപ്പീരിയോറിറ്റിയിൽ അധിഷ്ഠിതമായ ന്യൂനപക്ഷമായിട്ടുള്ളവരെ ഇല്ലാതാക്കണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യണമെന്ന് വിചാരിക്കുന്ന, അതുപോലെ തന്നെ സാമൂഹികമായി ശക്തമായ ഒരു സമൂഹം എന്ന് പറയുന്നത് പലതരത്തിലുള്ള യൂജനിക്സിൽ കൂടി രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ് എന്ന് വിചാരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഫാസിസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വ്യത്യസ്തമായി കാണേണ്ടതുണ്ട്. മറ്റു പലതുമായി കൂട്ടിക്കുഴച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഇതിൻ്റെ രാഷ്ട്രീയ പ്രയോഗത്തിൽ വലിയൊരു പ്രശ്നമാകുന്നതാണ്. ഈ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഫാസിസം തന്നെയാണ്. ആ ഫാസിസം ലോകത്ത് 30കളിൽ നിലച്ചുപോയില്ല, 40കളിൽ നിലച്ചുപോയില്ല, അതിന് വീണ്ടും തുടർച്ചകളുണ്ടായി. ആ സംഘടനകളുടെ അല്ല, ആ ആശയത്തിൻ്റെ തുടർച്ചകളുണ്ടായി എന്നുള്ളത് അത് ശരിക്കും സാമ്രാജ്യത്വവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഈ ഒരു രണ്ട് ചട്ടക്കൂടിനുള്ളിലും, സമഗ്രാധിപത്യത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാണെങ്കിലും അതുപോലെ തന്നെ ലിബറൽ ജനാധിപത്യത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാണെങ്കിലും ഫാസിസത്തിന് നിലനിൽക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതിന് വരുന്നൊരു ദർശനം എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ നവലിബറലിസം ആഗോള ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാരണം നവലിബറലിസം പ്രതിനിധാനം ചെയ്യുന്ന ചില ദാർശനികാവസ്ഥകളുണ്ട്. അതായത് ഇപ്പോൾ ഭരണകൂടത്തെ സംബന്ധിച്ചുള്ള അത് ഭരണകൂടത്തെ പുനർനിർവചിക്കുന്നു എന്നുള്ളത്, വ്യക്തിയെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളത്. വ്യക്തിയെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ദാർശനികമായ ഇടപെടലുണ്ട്. അതായത് ഭരണകൂടവും വ്യക്തിയും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ അവിടെ പുനർനിർവചിക്കപ്പെടുന്നത്. വ്യക്തിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ ഭൂഷജനാധിപത്യത്തിൽ നിന്നും സമഗ്രാധിപത്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അർത്ഥത്തിൽ, ഭിന്നമായ ഒരു അർത്ഥത്തിൽ നിർവചിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം ഉത്തരവാദിത്വം നമ്മൾ വ്യക്തി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നവലിബറലിസം പറയുന്നത്. അപ്പോൾ നമ്മുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അങ്ങനെ വ്യക്തിയുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിനല്ല, വ്യക്തിക്കാണ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഫാസിസത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ ആ രീതിയിലാണ് ഫാസിസം പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നവലിബറലിസം ഫാസിസവുമായിട്ട് വളരെ അടുത്ത ഒരു സിദ്ധാന്തമായിട്ട് മാറുന്നത്. കാരണം വ്യക്തിയുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം വ്യക്തിക്ക് തന്നെയാണ്. വ്യക്തി ഫിറ്റസ്റ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ്, അത്തരം വ്യക്തികൾ സമൂഹത്തിൽ നിലനിൽക്കാൻ അർഹരല്ല എന്നുള്ളതാണല്ലോ ഫാസിസം പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസിസവുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് നവലിബറലിസമാണ്. അത് 70കളിൽ അതുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷേ അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അങ്ങനെ നവലിബറലിസവും ഫാസിസവും ഒന്നിച്ചാണ് വളരുന്നത്. 70കളിലൂടെ 80കളിലൂടെ അത് ഒന്നിച്ചാണ് വളരുന്നത്. കാരണം 80കളൊക്കെ ആയപ്പോഴത്തേക്കും ഗ്രീസിലും മറ്റു പല പ്രദേശങ്ങളിലും ഫാസിസ്റ്റ് സംഘടനകൾ വളരെ ശക്തമായി വന്നു കഴിഞ്ഞു. യൂറോപ്പിലെമ്പാടും ഇപ്പോൾ നവഫാസിസം എന്ന് വിളിക്കുന്ന പ്രസ്ഥാനങ്ങൾ യൂറോപ്പിലെമ്പാടും രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു 80കളായപ്പോഴേക്കും. അത് ഈ നവലിബറലിസത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ വളരുന്നത്. വ്യക്തിയെ പ്ലേസ് ചെയ്യുന്നതിൽ വന്ന ഈ ഒരു വ്യത്യാസം, അതുവരെ നിലവിലുണ്ടായിരുന്ന പ്രത്യയശാസ്ത്രങ്ങൾ വ്യക്തിയെ പ്ലേസ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യക്തിയെ സമൂഹത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്ന, സ്ഥാനപ്പെടുത്തുന്ന ഒരു സംവിധാനം എന്നുള്ള, രാഷ്ട്രീയ സംവിധാനം എന്നുള്ള രീതിയിൽ ഭരണകൂടങ്ങളെ തന്നെ പുനർനിർവചിക്കുന്ന, വ്യക്തിയും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെ പുനർനിർവചിക്കുന്ന, വിപണിയെ എന്ന് പറയുന്നതിനെ തന്നെ പുനർനിർവചിക്കുന്ന ഒന്നായി നവലിബറലിസം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്
ഫാസിസത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപക്ഷെ ചരിത്രത്തിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഫാസിസത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, നവഫാസിസത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്ന 70കളിൽ ഹയക്കിൻ്റെയും നോസിക്കിൻ്റെയും ഒക്കെ സിദ്ധാന്തങ്ങളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ സിദ്ധാന്തങ്ങളിലേക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് അനാർക്കി ആൻഡ് യൂട്ടോപ്പിയ എന്ന് പറയുന്ന നോസിക്കിൻ്റെ പുസ്തകം വിപണിയിലല്ലാതെ അല്ലെങ്കിൽ ഒരു വ്യക്തി പരാജയപ്പെടുന്ന വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുന്നത് ഒരു കുറ്റകൃത്യം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അതിന് ന്യായീകരണം നൽകുകയാണ്. വിപണി എന്ന് പറയുന്നതിന് ഒരു ന്യായീകരണം നൽകുകയും വിപണിയിലെ പരാജയം എന്ന് പറയുന്നത് വ്യക്തിയുടെ പരാജയമാണ്, അതിനകത്ത് ഭരണകൂടത്തിനോ സമൂഹത്തിനോ യാതൊരു പങ്കുമില്ല എന്നുള്ള രീതിയിൽ ഈ അനാർക്കി സ്റ്റേറ്റ് ആൻഡ് യൂട്ടോപ്പിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഒരർത്ഥത്തിൽ ഫാസിസത്തിൻ്റെ വേദവാക്യം പോലെ ആവുന്ന ഒന്നാണ്. അതുപോലെ ഹായക്കിൻ്റെ സിദ്ധാന്തം യഥാർത്ഥത്തിൽ അത്രയും എക്സ്ട്രീമിലേക്ക്, അത്രയും ഒരു തീവ്രതയിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഇതിനനുബന്ധമായി തന്നെ ഉള്ള ഒരു സിദ്ധാന്തമാണ് ഹായക്കിൻ്റെ ഈ റോഡ് ടു സർഫ്ഡം എന്ന് പറയുന്നത്. 40s തന്നെ എഴുതിയതാണ്. ഈ 40s എഴുതുക എന്ന് പറയുന്നത് ഫാസിസം തകരുന്ന സമയത്ത്, ഫാസിസം ഇല്ലാതാകുന്ന സമയത്ത് ഇതിനെ സഹായിക്കുന്ന തരത്തിലുള്ളൊരു ഒരു ചിന്തയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ റോഡ് ടു സർഫ്ഡം വരുന്നത് ഹായക്കിൻ്റെ. അതിനുശേഷമാണ് ഈ നോസിക്കിൻ്റെ വരുന്നത്. ഇതിൻ്റെ ഇടക്കാലത്തുണ്ടായ വികാസങ്ങളെന്ന് പറയുന്നത് ആണ് ട്രേഡ് യൂണിയൻ്റെ വളർച്ചയും അത് ഇത്തരം സിദ്ധാന്തങ്ങളെ പുനരവതരിപ്പിക്കുന്നതിന് കാരണമായി. സ്വാഭാവികമായിട്ടും 70കളിലുണ്ടായ ഓയിൽ ഷോക്ക്, സ്റ്റാഗ്ഫ്ലേഷൻ, ഇൻഫ്ലേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ, മുതലാളിത്ത ഭരണകൂടങ്ങൾ ആഗോളതലത്തിൽ നേരിട്ട പ്രതിസന്ധികൾക്ക് ഉള്ള ഉത്തരം എന്നുള്ള രീതിയിൽ നവലിബറലിസം വരുമ്പോൾ ആ പുതിയ സംവിധാനത്തെ താങ്ങി നിർത്തുന്ന പ്രത്യയശാസ്ത്രം എന്നുള്ള രീതിയിൽ നവഫാസിസം ഒപ്പം തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലാണെങ്കിൽ തന്നെയും 70കളിലാണ് ഒരർത്ഥത്തിൽ RSS ആണെങ്കിൽ തന്നെയും അതുപോലെ തന്നെ അനുബന്ധ സംഘടനകളാണെങ്കിലും ശരി കൂടുതൽ ശക്തിയോടുകൂടി വീണ്ടും വരാൻ ശ്രമിക്കുന്നത് 70കളിലാണ്. 70കളിലാണ് അവർ ജനകീയ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ JP മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നത്, അതുപോലെ മറ്റു തരത്തിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിസിബിൾ പ്രസൻസായി സാമൂഹിക മേഖലയിൽ ഒരു ചില പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിക്കുന്ന ഹിന്ദുത്വ പോലെയുള്ള പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടന എന്നതിലുപരി ഭരണകൂടത്തെ പിടിച്ചടക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഭരണകൂടവുമായി നേരിട്ട് ഇടപെടുന്ന ഒരു സമര സംഘടന എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് 70കളിലാണ്. അത് ആഗോളതലത്തിൽ തന്നെ ഇത്തരം സംവിധാനങ്ങളിൽ ഉയർന്നു വന്നതിൻ്റെ അല്ലെങ്കിൽ ഇത്തരം ഫാസിസ്റ്റ് സംഘടനകൾ ഉയർന്നു വന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അതുണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ആഗോള പശ്ചാത്തലം അതിനുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ജർമ്മനിയിലെയും ഇറ്റലിയിലെയും ഒക്കെ ഫാസിസത്തിൽ നിന്ന് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ കടം കൊണ്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ഗോവിന്ദനെ പോലെയുള്ള ചിന്തകർ വളരെ മുമ്പ് തന്നെ അത് ഖണ്ഡിച്ചിട്ടുള്ളതാണ്. ഗോവിന്ദൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇറ്റലിയിലെയും ഫാസിസത്തിൻ്റെയും വേരുകളെന്ന് പറയുന്നത് ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണെന്നും ഈ സ്വസ്തിക അടക്കമുള്ള ചിഹ്നങ്ങൾ ഇവിടെ നിന്നാണ് അവർ കൊണ്ടുപോയതെന്നും അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഫാസിസം ഒരു ഇന്ത്യൻ ഉൽപ്പന്നമാണ് എന്നും ഗോവിന്ദൻ വളരെ കാലം മുമ്പ് തന്നെ 30കളിൽ തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഏതാണ്ട് സമാനമായൊരു നിലപാട് CJ തോമസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സവിശേഷമായൊരു കാര്യമാണ്. തരത്തിൽ ഫാസിസം എന്ന് പറയുന്നത് കുറേ കൂടി റൂട്ടഡ് ആയിട്ടുള്ള ഒരു സാമൂഹിക ചിന്തയാണ് എന്നുള്ളത് ആണ് ഗോവിന്ദനാണെങ്കിലും CJ തോമസ് ആണെങ്കിലും പല ഘട്ടങ്ങളിലായി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആഗോളതലത്തിൽ പ്രസക്തമായൊരു വാദമാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദനും CJ തോമസും ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നവ ഫ്യൂഡലിസത്തെക്കുറിച്ചിട്ടൊരു ലേഖനം CJ തോമസ് എഴുതുന്നുണ്ട്. അതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നവ ഫ്യൂഡലിസം വരുന്നു എന്നുള്ള ഈ നവ ഫ്യൂഡലിസം എന്നുള്ള ഈ ഒരു പ്രയോഗം സൈദ്ധാന്തികമായ അർത്ഥത്തിൽ CJ തോമസ് പ്രയോഗിച്ചതിനും 5 വർഷത്തിന് ശേഷമാണ് അതായത് ലേബർ മാസ് അത് ഉപയോഗിക്കുന്നത്, അങ്ങനൊരു പദവുമായി വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ സൂക്ഷ്മമായി ആഗോള ചലനങ്ങളെ ശ്രദ്ധിച്ച 2 ചിന്തകരാണ് ഗോവിന്ദനും CJ തോമസും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. ജനാധിപത്യത്തെക്കുറിച്ചും അവർക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അത്തരം കാഴ്ചപ്പാടുകളിലേക്ക് നമ്മുടെ രാഷ്ട്രീയത്തെ നീക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം ഒരു ഇല്ലിബറൽ ജനാധിപത്യമാണ് എന്ന് മുമ്പ് പറയാനൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ ഇത് ഇല്ലിബറൽ ജനാധിപത്യമാണെന്നുള്ളത്. കാരണം അത് എൻ്റെ സ്വന്തമായൊരു പ്രയോഗമല്ല. ഇല്ലിബറൽ ജനാധിപത്യം ലോകത്ത് മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോൾ തുർക്കിയയിലാണെങ്കിലും മറ്റ് പ്രദേശങ്ങളിലാണെങ്കിലും ഒക്കെ ഇല്ലിബറൽ ജനാധിപത്യം, സിംഗപ്പൂരിൽ നിലനിൽക്കുന്ന ഇല്ലിബറൽ ജനാധിപത്യമാണ്.
ജനാധിപത്യമാണ്, മലേഷ്യയിൽ നിലനിൽക്കുന്ന ഇല്ലിബറൽ ജനാധിപത്യമാണ് എന്നുള്ളതിൽ ഇപ്പോൾ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇല്ലിബറൽ ജനാധിപത്യം ആ അർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. ലിബറലിസത്തിൻ്റെ പൂർണ്ണമായിട്ടും ലിബറലിസത്തെ പിൻപറ്റാത്ത വളരെയേറെ ഭരണകൂട ഇടപെടലുകളുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇല്ലിബറൽ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ BJPയുടെ ഭരണം ഇന്ത്യയെ അത്തരത്തിലുള്ളൊരു ഇല്ലിബറൽ ജനാധിപത്യമാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഫാസിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ഭരണകൂടം ഫാസിസ്റ്റാണോ അല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉന്നയിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അതിലേക്കുള്ളൊരു ക്ഷിപ്രമായ ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളതിനപ്പുറത്ത് ഇല്ലിബറൽ ജനാധിപത്യത്തിൻ്റെ ഘടനകൾ രൂഢമൂലമാവാതെ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉന്നയിക്കേണ്ട ചോദ്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഫാസിസമാണോ നവഫാസിസമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ചിലപ്പോൾ വഴിതെറ്റിക്കുന്ന ചർച്ചകളായി മാറാനിടയുണ്ട്. സെമാൻറ്റിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ഇല്ലിബറൽ ജനാധിപത്യമാണ്. ഈ ഇല്ലിബറൽ ജനാധിപത്യത്തെ തടഞ്ഞു നിർത്തുക, ഈ ഇല്ലിബറൽ ജനാധിപത്യത്തിന് പുറത്ത് കടന്നിട്ട് ലിബറൽ ജനാധിപത്യത്തിലേക്കുള്ള വഴി തുറക്കുക എന്നുള്ളത് എന്തായാലും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. ജനാധിപത്യ ബോധമുള്ള ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഇല്ലിബറൽ ജനാധിപത്യത്തിലേക്ക് നീങ്ങുന്ന ഒരു ഭരണകൂട സംവിധാനത്തെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പരമാവധി ചെറുക്കുക, പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതൊരു ഇലക്ട്രൽ പരാജയം അതിന് അനിവാര്യമാണ്. ഇലക്ട്രൽ പരാജയം കൊണ്ട് മാത്രം ഫാസിസത്തെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ 40കളിൽ നമുക്ക് നമ്മൾ ഏതാണ്ട് തീർച്ചയായിട്ടും ഉന്മൂലനം ചെയ്തു ആഗോളതലത്തിലെന്ന് വിചാരിക്കുന്ന ഫാസിസം നമ്മുടെ ചരിത്രാനുഭവങ്ങളുടെ അടിസ്ഥാനമായി എത്രയോ കാലം കിടന്നിരുന്നു. അത് വീണ്ടും വളർന്ന് പന്തലിക്കുകയാണ് ആഗോളതലത്തിൽ ഇപ്പോഴും. അത് വേറൊരു തലത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് മനുഷ്യവംശത്തിൻ്റെ തന്നെ നരവംശാസ്ത്രപരമായ സംഘാടന രീതികളുമായി ബന്ധപ്പെട്ട് മനുഷ്യവംശത്തിന് പരീക്ഷിക്കാവുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളുടെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉയർത്തേണ്ട വളരെ വിശാലമായൊരു ദാർശനിക സമസ്യയാണ്. പക്ഷേ ഏറ്റവും നമ്മളെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായൊരു പ്രശ്നം ഉള്ള ഒരു ജനാധിപത്യം, ഈ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഭരണഘടനാധിഷ്ഠിതമായൊരു ജനാധിപത്യമാണ്. ഇപ്പോൾ ഈ വലിയൊരു ഭരണഘടന എഴുതുന്ന സന്ദർഭത്തിൽ അംബേദ്കറിനോട് പലരും എന്തിനാണ് ഇത്രയും വലിയൊരു ഭരണഘടന എന്ന് ചോദിച്ചപ്പോൾ അംബേദ്കർ യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദൻ്റെ മാതിരിയുള്ള ഒരു ആർഗ്യുമെൻ്റാണ് അദ്ദേഹം വെച്ചത്. കാരണം ഇന്ത്യയെ പോലൊരു രാജ്യത്ത് യാതൊരു തരത്തിലുള്ള ജനാധിപത്യ പരീക്ഷണങ്ങളും ഒരു ഘട്ടത്തിലും നടന്നിട്ടില്ലാത്ത ഒരു രാജ്യത്ത് എല്ലാത്തിനും ഒരു നീക്കുപോക്ക് ഉണ്ടാവണമെങ്കിൽ അത് എഴുതി വെച്ചിരിക്കണം എന്നുള്ളതാണ്. എഴുതി വെച്ചില്ലെങ്കിൽ പ്രസിഡൻസ് ഇല്ല, മുൻ രീതികളൊന്നുമില്ല ഇന്ത്യക്ക് പരിശോധിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ നടന്നത് ജനാധിപത്യപരമാണ് എന്ന് പറയാനുള്ള ഒരു ചരിത്ര അനുഭവം ഇന്ത്യക്കില്ല എന്നുള്ളത് കൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്ന അർത്ഥത്തിൽ പൂർണ്ണമായും ഇതിന് വെളിയിലുള്ള ഒരു ചരിത്രാനുഭവമായതുകൊണ്ട് ഇത് കൃത്യമായി എഴുതി വെക്കേണ്ടതുണ്ട് എന്നൊരു നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം അത് എഴുതി വെക്കുമ്പോൾ പ്രധാനമായിട്ടും അന്ന് ലോകത്ത് ഉണ്ടായിരുന്ന 3 ആശയങ്ങൾ, ഈ ഈക്വാളിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതിൽ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതിന് വലിയൊരു പ്രാമുഖ്യം അംബേദ്കർ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ജനാധിപത്യം എപ്പോഴും ഇല്ലിബറൽ ജനാധിപത്യമായി മാറാമെന്നും ആ ഇല്ലിബറൽ ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു സമരമെന്ന് പറയുന്നത് സാഹോദര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, മനുഷ്യ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമരമായിരിക്കും എന്നും അത് ആ ഒരു പ്രതിരോധമായിരിക്കും ഏറ്റവും ഫലപ്രദമാവുക എന്നുള്ളതാണ്. കാരണം ഇതിനകത്തൊരു ഓർഡറിങ്ങിൻ്റെ പ്രശ്നം എപ്പോഴും പലരും പറയാറുണ്ട്. അത് കൃത്രിമമായൊരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ലെങ്കിൽ പോലും അതിലൊരു കൃത്രിമത്വം ഉണ്ട്. ലിബർട്ടി ആണോ ആദ്യം, ഈക്വാളിറ്റി ആണോ ആദ്യം, ഫ്രട്ടേണിറ്റി ആണോ ആദ്യം എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ജോൺ റോൾസിനെ പോലുള്ളവർ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർഡറിങ്ങിനെക്കുറിച്ച് വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അംബേദ്കർ ആദ്യകാലം മുതൽ തന്നെ ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആളാണ്. അതിനുള്ള കാരണം വെച്ചാൽ ഈ ഭരണഘടനാധിഷ്ഠിതമായ ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കണമെങ്കിൽ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം അതിൻ്റെ അടിത്തറയായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാഴ്ചപ്പാടോടു കൂടിയാണ് ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഇന്ന് നമ്മൾ പരിചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ മാറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ അഗാംബൻ എന്ന് പറയുന്ന ചിന്തകൻ എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സോവറിൻ, പരമാധികാരം എന്ന് പറയുന്നത്, ഭരണഘടന എന്ന് പറയുന്നത് പരമാധികാരത്തിന് മാറ്റിമറിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അത് അടിയന്തരാവസ്ഥ പലപ്പോഴും പലരും അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്നുള്ളൊരു വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അപ്പോൾ ഭരണഘടന അനുസരിച്ചാണല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എന്നതുപോലെ തന്നെ ഈ ഭരണഘടനയ്ക്കുള്ളിൽ തന്നെ ഭരണഘടനയെ നിർവീര്യമാക്കാൻ പറ്റുന്ന ചില ഘടകങ്ങൾ ഉണ്ടാകാമെന്നുള്ളത് കൊണ്ട് പരമാധികാരത്തെ ഭരണഘടനയുമായി ചേർത്തല്ല അഗംബൻ നിർവചിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അംബേദ്കർ അത് മുൻകൂട്ടി കണ്ടിട്ടാണ്, അത്തരം ഒരു പ്രതിസന്ധി മുൻകൂട്ടി കണ്ടിട്ടാണ് ഭരണഘടന ഇത്രയും കർക്കശമാക്കിയത്. ജനാധിപത്യ അടിസ്ഥാനം, ഭരണഘടനയുടെ ജനാധിപത്യ അടിസ്ഥാനം കർക്കശമാക്കിയത് കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കുക, കൂടുതൽ പേർക്ക് സാമൂഹിക ഘടനയിൽ
ഇടപെടാനുള്ള അവസര സമത്വം ഉണ്ടാക്കുക, അത്തരം അവസര സമത്വങ്ങൾക്ക് വേണ്ടി ഭരണകൂടം ചില സംവരണം പോലെയുള്ള പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള വളരെ വിശാലമായ അടിസ്ഥാനം, അതായത് ഇത്രയും പാതാതിപ്പൊരുത്തമുള്ള ഒരു രൂപം വേറെ സങ്കല്പിക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് ആഴത്തിൽ അതിനെപ്പറ്റി പരിചിന്തിച്ചിട്ടാണ് അദ്ദേഹം ഈ ഭരണഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ലിബറൽ ജനാധിപത്യത്തിനെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമാണ്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ അത് ഫാസ്തവൽക്കരിക്കപ്പെട്ട ഒരു ഭരണകൂടം ഏറ്റെടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ലിബറൽ ജനാധിപത്യത്തിൻ്റെ ചില വഴികൾ പൂർണ്ണമായും അടഞ്ഞുപോയി കഴിഞ്ഞാൽ സമൂഹത്തിന് പിന്നെ മുമ്പിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഫാസിസത്തെ അംഗീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്, അതിന് വഴങ്ങുക എന്നുള്ളതാണ് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് ഇത്രയും പ്രാധാന്യം അദ്ദേഹം കൊടുത്തത്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ജനാധിപത്യത്തിൻ്റെ ഭാവി നിലകൊള്ളുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഈ ഇല്ലിബറൽ ജനാധിപത്യത്തിലേക്കുള്ള പോക്കിനെ തടയുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ കൺമുമ്പിലുള്ള ഉദാഹരണം എന്താണ്? നമ്മുടെ കൺമുമ്പിലുള്ള ഉദാഹരണം അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം നടത്തുന്ന ഇടപെടലുകളാണ്. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം വളരെ പെട്ടെന്ന് ഒരൊറ്റ ദിവസം ഒരൊറ്റ ഓർഡറിലൂടെ ഈ ട്രാൻസ് വിഭാഗങ്ങളുടെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം എടുത്തു കളയുന്നു. അത്തരത്തിലുള്ളവർക്ക് കൊടുക്കുന്ന സംവരണമോ അല്ലെങ്കിൽ പ്രാതിനിധ്യമോ എടുത്തു കളയുന്നു. അങ്ങനെ ഒന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. എത്രയോ ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ജനാധിപത്യ സമരത്തിലൂടെ നേടിയെടുത്തതാണ് ഒരു ട്രാൻസ് ഈക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം. അത് ഇത്ര നിസ്സാരമായൊരു ഉത്തരവിലൂടെ മാറ്റാൻ കഴിയുമെന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇല്ലിബറൽ ജനാധിപത്യം എന്ന് പറയുന്നത്. കാരണം പരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് നിരവധി ജനാധിപത്യ സമരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സ്വാഭാവികമായ രാഷ്ട്രീയ പരിണാമത്തെ നിസ്സാരമായി എടുത്തു കളയാം എന്നുള്ളത് ഇല്ലിബറൽ ജനാധിപത്യത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. അങ്ങനെയാണിപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും CAA ആണെങ്കിലും മറ്റു തരത്തിലുള്ള നിയമങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതിഷേധിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഇത് ഇല്ലിബറൽ ജനാധിപത്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറയുമ്പോൾ ക്യൂബയുടെ പ്രശ്നം, അതുപോലെ ചൈനയിലത്തെ പ്രശ്നം എല്ലാം ആൾക്കാർ ഉന്നയിക്കാറുണ്ട്. അത് ഉന്നയിക്കുന്ന അപ്രസക്തമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ചൈനയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥ യഥാർത്ഥത്തിൽ ഈ നവലിബറൽ പ്രത്യയശാസ്ത്രത്തിന് ഏറ്റവും വലിയ ഒരു ആയുധം കൊടുത്തത് 70കളിൽ ഷാവോ സിയാങ് ആണ്. അത് ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. കാരണം ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് ശരിയായിരിക്കാം. കാരണം വിപണി കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക, കാരണം ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു, തൊഴിലില്ലായ്മ കൂടുന്നു, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ഇതിനെ പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിൽ വിപണി സമ്പദ് വ്യവസ്ഥ, അതിനെ സോഷ്യലിസ്റ്റും മാർക്കറ്റ് സോഷ്യലിസം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെ സോഷ്യലിസം എന്നുള്ള വാക്ക് അതിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും മാർക്കറ്റ് സോഷ്യലിസം എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരുന്നത്. കൂടുതൽ ആൾക്കാർക്ക് ഇത് പുതിയ സാധനമല്ല. ലെനിൻ 1917 അധികാരത്തിൽ വന്ന് 21-ലാണെന്ന് തോന്നുന്നു, 22-ലാണെന്ന് തോന്നുന്നു, NEP എന്ന് പറയുന്ന ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന യഥാർത്ഥത്തിൽ ഷാവോ സിയോങ് കൊണ്ടുവന്നത് പോലത്തെ ഒരു പദ്ധതിയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു സാരൂപ്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ അടുത്തടുത്ത് വെച്ച് നോക്കുമ്പോൾ ഒരുപോലെ ഇരിക്കണമെന്നില്ല, പക്ഷേ ഏതാണ്ട് സമാനമായ ഒന്നാണ്. കാരണം അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് അദ്ദേഹം റഷ്യയിലെ മുതലാളിത്ത വികാസത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം എഴുതിയ ആളാണ് ലെനിൻ. അത്തരത്തിൽ ഒരു രാജ്യത്തെക്കുറിച്ചും മൂലധനത്തിന് ശേഷം, മൂലധനം ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഗ്രന്ഥമാണ്. ഇംഗ്ലണ്ടിനെ അടിസ്ഥാനമാക്കിയാണ്, ഇംഗ്ലണ്ടിലെ മുതലാളിത്ത വ്യവസ്ഥയുടെ വികാസത്തെ അടിസ്ഥാനമാക്കി ഇവിടേക്ക് ഒരു സൈദ്ധാന്തിക ഗ്രന്ഥമാണ് മൂലധനം എന്ന് പറയുന്നത്. മൂലധനത്തിന് ശേഷം ഏതെങ്കിലും ഒരു രാജ്യത്തെ സമഗ്രമായി സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു മുതലാളിത്തത്തിൻ്റെ പഠനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ലെനിൻ എഴുതിയ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യയാണ്. വളരെ ബൃഹത്തായൊരു പുസ്തകമാണ്. അന്ന് നിലവിൽ അദ്ദേഹത്തിന് ലഭ്യമായിരുന്ന സെക്കൻഡറി ഡാറ്റയും മറ്റു തരത്തിലുള്ള ഉദാഹരണങ്ങളും ഉപയോഗിച്ചാണ് അദ്ദേഹം റഷ്യയിൽ എങ്ങനെയാണ് മുതലാളിത്തം പെറ്റി പ്രൊഡക്ഷനിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്ക് വളരുന്നത് എന്ന് വളരെ കൃത്യമായി കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഡെവലപ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ എംബ്രിയോ ക്രിറ്റിസിസം ഒക്കെ പോലെ തന്നെ വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ എന്ന് പറയുന്നത്. അതൊക്കെ എഴുതിയ ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായിരുന്നു. അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അതുകൊണ്ട് ഈ NEP എന്ന് പറയുന്നത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. NEP മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സ്റ്റാലിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് വേറൊരു കഥയാണ്. പക്ഷേ ഇത് ചരിത്രത്തിൽ അത്തരത്തിൽ ഇത് സോഷ്യലിസത്തിനുള്ളിൽ അപൂർവമായൊരു കാര്യമല്ല ഷാവോ സിയാങ് ചെയ്തത് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ആഗോള പ്രത്യാഘാതം വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം ആഗോളതലത്തിൽ അതെങ്ങനെയാണ് സ്വാംശീകരിക്കപ്പെട്ടത്? ഇത് ആ സോഷ്യലിസത്തിന് മുതലാളിത്തത്തിൻ്റേതായിട്ടുള്ള വഴിയല്ലാതെ മറ്റൊന്നില്ല എന്ന് ചൈന തെളിയിച്ചിരിക്കുന്നതാണ്. അത് ഈ പ്രത്യയശാസ്ത്രത്തിനും അതുപോലെ തന്നെ ഈ ഫാസിസ്റ്റ് ഐഡിയോളജിക്കും ഒരു കൈത്താങ്ങായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ രണ്ടായിട്ട് കാണേണ്ടതുണ്ട്. ഒരു ആഭ്യന്തര വ്യവസ്ഥയിൽ നിന്ന് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മാർക്കറ്റ് സോഷ്യലിസത്തെയും
ലോകത്ത് ന്യൂ ലിബറലിസം കൊണ്ടുവരുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള സംവാദങ്ങളെയും ചേർത്ത് വയ്ക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും ഈ ഒരു ബന്ധം കാണാതിരിക്കാനും സാധിക്കില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള സമഗ്രാധിപത്യ പ്രവണതകളെ എതിർക്കുക എന്നുള്ളത് പ്രദേശങ്ങളിൽ പ്രധാനമാണ്. പക്ഷേ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തരമായ ഒരു കാര്യം, ഇന്ത്യയിലാണെങ്കിലും ശരി മറ്റ് പ്രദേശങ്ങളിലാണെങ്കിലും ശരി, ലോകം ഇല്ലിബറൽ ജനാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ്. അതിൽ ഫാസിസത്തിൻ്റെ ഘടകങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഫാസിസവും നവലിബറലിസവും ചേർന്നാണ് ഈ ഇല്ലിബറൽ ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുന്നത്. അത്തരത്തിലുള്ള ഇല്ലിബറൽ ഭരണകൂടങ്ങളുടെ മുന്നോട്ട് പോക്കിനെ തടയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക പ്രസ്ഥാനം, അംബേദ്കറൈറ്റ് ചിന്തയിലാണെങ്കിൽ സാഹോദര്യത്തിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു സാമൂഹിക പ്രസ്ഥാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായിട്ടും വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. വിഭാഗീയമായി രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം, ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യത്തെ നിലനിർത്തുക എന്നുള്ള, ഇല്ലിബറൽ ജനാധിപത്യത്തിലേക്കുള്ള ഭരണത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ പ്രയാണത്തെ തടയുക എന്ന മിനിമം അജണ്ടയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രസ്ഥാനങ്ങളും സിവിൽ സമൂഹ പ്രസ്ഥാനങ്ങളും ഒക്കെ യോജിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലാണെങ്കിലും ശരി ആഗോളതലത്തിലാണെങ്കിലും ശരി ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് നൽകാൻ കഴിയുന്ന ഇടപെടൽ എന്ന് പറയുന്നത്.